ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ സേഫാണ്. അതായത് വെള്ളം അധികമായിട്ട് ഇങ്ങോട്ട് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതായത് മറ്റു സ്ഥലങ്ങളിൽ നന്നായിട്ട് വെള്ളം പൊങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അവിടേക്ക് നമ്മുടെ മേഖലയിലേക്ക് അധികം വെള്ളം കടന്നു വരുന്നതായിട്ട് നമ്മൾ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടങ്ങറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ വശത്തുള്ള പുഴ, അതിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഡിസ്ചാർജ് ചെയ്ത് വരുന്നില്ല. അതായത് AC റോഡിന് അപ്പുറത്തേക്ക് ഭയങ്കര വെള്ളമാണെന്ന് പറയുന്നുണ്ട്. അതിന് ഇപ്പുറത്തേക്ക് അധികം വെള്ളം വന്നിട്ടില്ല. ഈ ഒരു അവിടുത്തെ ഇങ്ങനെ വെള്ളമാണെങ്കിൽ ഇപ്പുറത്തെ കണ്ടീഷനിൽ ഇവിടെ മുങ്ങേണ്ട അവസ്ഥയാണ്. പക്ഷേ നമ്മുടെ മുറ്റത്ത് ജസ്റ്റ് വെള്ളം കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ വലയിട്ടപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ ഭാഗത്ത് ഒരു വലയും ഒരു വല കുറച്ച് പുറത്തേക്ക് മാറ്റിയിട്ടിരുന്നത്. പക്ഷേ ആ പുറത്തേക്ക് മാറ്റിയിട്ടിരുന്ന വലയിൽ നമുക്ക് മീനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ വലയിട്ടപ്പോൾ, അതായത് ഇന്നലെ വൈകിട്ട് വലയിട്ടപ്പോൾ, ഇന്നലെ രാവിലെയാണ് വല വെക്കിയത്. ഇന്നലെ വൈകിട്ട് വലയിട്ടപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ അവിടെ തന്നെയാണ് 2 വല ഇട്ടത്. നമ്മൾ ആ വല വലിക്കാൻ വന്നാണ്. ഇവിടെ തന്നെ താന്ന് കിടക്കുന്നു. അറിയില്ല, ഭൂമിയിലോട്ടുണ്ടാവാം. ഇറമ്പിക്ക് നീ കാണാൻ പറ്റാണ്. ജീവനുണ്ടോ അണ്ണാ? അടുത്ത കൂടാ വല കീറി എടുക്കാൻ പറ്റും. ചെമ്പല്ലിയ സാധാരണ ആറ്റടി കാണേണ്ട സാധനം അത്. അതെ,
ചാത്തി പോലെ വറക്കണം ഇതിലോ. അതുപോലെ തന്നെ വറക്കാൻ പറ്റിയ സാധനം പുല്ലങ്കുഞ്ഞ് മുരിച്ച് വറക്കണം. അങ്ങനെയാണ് അപ്പുറത്തങ്ങനെ ഇട്ടില്ലേ അത്തോട്ട് വന്നാലവൻ വിഷയക്കാരനാവും. അവിടെ വെള്ളമില്ലല്ലോ. വെള്ളമില്ല, ഉള്ളത് അവൻ അടിച്ച് ദേഹത്തല്ല ആക്കും. അതാ ഒരു ഞെക്കൂടെ തക്കാൻ വരുന്നുണ്ട്. ആണ്ടേ വള്ളത്തിനകത്ത് പോയത് ചാടിപ്പോയത്. ഇതാ വന്ന് കയറിയ വീണ്ടും അത് അതല്ലേ. മറ്റേ സ്വല്പം വലിപ്പമുണ്ട്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ ആദ്യത്തെ പീസ് വല വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഗുണമൊന്നും കിട്ടിയില്ല. എന്തോ ഒരു മീനോടെ കണ്ടിട്ടുണ്ട്. അത് കുറുവയാ. ഒരെണ്ണം കൂടെ വലിക്കാനുണ്ട്. ചിലപ്പോൾ അതല്ലായിരിക്കും കിടക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കാമല്ലോ എടാ. തീർന്നില്ല അക്ഷയപാത്രം ഇനിയുണ്ട്. ഒന്നുകൂടെ വെള്ളത്തിലോട്ടിട്ട് വലിക്കട്ടെ. ചില ആൾക്കാരൊക്കെ പറയും, മീനവർക്ക് പറയുന്നത് ഈ കൊഞ്ചു വീശാൻ പോകുന്നവരെ ചില സമയത്ത് പറയുന്ന, ഞാൻ ഒറ്റ വല വീശിയപ്പോൾ വള്ളം നിറഞ്ഞു. ആ വീശി നേരെ വെളുക്കുന്നതാണ് വരെ വീശിയത്. അതിന് ലോജിക്ക് നോക്കി. ഇവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വീട്ടിൽ പോകണം, അല്ലെ കരയ്ക്ക് കൊണ്ട് കമത്തണം. ആ വീശി ഞാൻ നേരം വെളുക്കുന്നിടം മീൻ വീശാൻ പോകുമ്പോൾ പറഞ്ഞിട്ടുള്ള അതായത് മീൻ കൂടുതൽ കിട്ടിയെന്നേ ഉള്ളൂ. അതിനെ പർവ്വതീകരിക്കുന്നതാണ് അങ്ങനെ. താഴെ പറഞ്ഞുണ്ട്. നടുക്ക് ശരിക്ക് വയ്യത് വെള്ളട്ടുണ്ട് ഇട്ടു.
അതുകൊണ്ട് അതിൻ്റെ കമ്പിരിക്കുന്നത്. ഇപ്പോൾ താഴെ ഒരു കമ്പുണ്ട്. കൂടി കള്ളം മുന്നി കളക്കകത്തോട്ട് മീൻ കയറുന്നുണ്ടോ തോന്നുന്നു. മീനുണ്ടോ അങ്ങോട്ട്? അങ്ങനെ കിടപ്പുണ്ട്. കയ്യിൽ വെക്കുന്നുണ്ടല്ലോ അറുപതിന് വീട്ടിൽ. അല്ല കൂടി സത്തുപോയ തുള്ളി അങ്ങോട്ട് ഇടാമല്ലോ അല്ലേ? ഇങ്ങോട്ട് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ രണ്ടാമത്തെ വലയം വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ദിവസത്തെ പോലുള്ള മീനൊന്നും രണ്ടാമത്തെ ദിവസം കിട്ടിയില്ല എന്നല്ല, കിട്ടത്തില്ല, അത് സ്വാഭാവികമാണ്. വെള്ളം വരുന്ന ആദ്യത്തെ ദിവസമാണ് നമുക്ക് കുറച്ച് മീൻ കിട്ടുക. അപ്പോൾ അതെ നമ്മൾ ആകെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറുവ, 2 വാളച്ചാത്തി, കുറച്ച് തൂളി, ഒരു 3-4 കല്ലേലൊക്കൻ എന്നൊക്കെ പറയുന്ന പൂളകൻ എന്നൊക്കെ പറയുന്ന മീനാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്കിപ്പോൾ വെള്ളം നമ്മുടെ പാടത്തുനിന്ന് പുറത്തേക്ക് തൊഴിഞ്ഞു പോകാനുള്ള മാർഗ്ഗമില്ല. കാരണം വെള്ളം പൊങ്ങി, കാരണം പാലത്തിൻ്റെ കൂടെ പോകത്തില്ല. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാടത്തിനകത്തുനിന്ന് ഒരു കൊഞ്ച് കിട്ടിയെന്നുള്ളതാണ്. അതായത് വെള്ളം പൊങ്ങിയ സമയത്ത് പാടത്തിനകത്തോട്ട് കൊഞ്ച് കീറുന്നുണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണ്. അതായത് പാടം പറ്റുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് മീൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, ഞങ്ങളുടെ ചാനലാദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജാണിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വേണ്ടി.